സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഇന്നലെ പവന് 1,14,200 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം. ഗ്രാമിന് 14,275 രൂപയും. എന്നാൽ ഇന്ന് വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. പവന് 2,200 രൂപ കുറഞ്ഞു. ഇതോടെ ഒരു പവൻ സ്വർണ്ണവില 1,12,000 രൂപയായി. സ്വർണത്തോടൊപ്പം വെള്ളിവിലയും മാറുന്നുണ്ട്. ഗ്രാമിന് 279.90 രൂപയും കിലോയ്ക്ക് 2,79,900 രൂപയുമാണ് നിരക്ക്. കഴിഞ്ഞ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പ് നടത്തിയത്. ഡിസംബർ 23-ന് ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 1 ലക്ഷം കടന്നു. 1,01,600 രൂപ നിരക്കിലായിരുന്നു അന്ന് പവന്റെ വ്യാപാരം. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന നിരക്ക്. പശ്ചിമേഷ്യൻ യുദ്ധത്തോടെ വലിയൊരു മാറ്റമാണ് സ്വർണ്ണവിലയിലുണ്ടായത്. മാർച്ചിൽ സംഘർഷം ആരംഭിച്ചതോടെ സ്വർണ്ണവില കുതിക്കുമെന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി സ്വർണ്ണവിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. സംഘർഷത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുതിച്ചതാണ് സ്വർണ്ണത്തിന് തിരിച്ചടിയായത്. ജൂണിലെ സ്വർണ്ണവില സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. യുഎസിലെ തൊഴിൽ വിപണിയിലെ മാറ്റമാണ് നിലവിലെ ഇടിവിന് കാരണം. തൊഴിൽ വിപ്ലവത്തിലൂടെ യുഎസ് ഫെഡറൽ ബാങ്ക് സമീപകാലത്ത് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ലെന്ന വിലയിരുത്തലും ഉയർന്നു. ഈ സൂചന ഡോളറിനെയും ബോണ്ട് യീൽഡിനെയും ശക്തിപ്പെടുത്തി. ഡോളർ ശക്തമാകുന്നത് ആഭരണം, നിക്ഷേപം എന്നീ നിലകളിൽ സ്വർണ്ണ ഡിമാൻഡിനെ ബാധിക്കുമെന്ന വിലയിരുത്തലുണ്ടായി. ഇതോടെ സ്വർണ്ണവില ഇടിയുകയായിരുന്നു.